എഴുതിയോ? മലയാളത്തില്. ഓ 100. അത് ഇതുവല്ല ഉണ്ട് കേട്ടോ. ബുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്ന് കാണിച്ചു തരാൻ പറ്റോ? ഞങ്ങൾക്ക് ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറ്റോ? വായോ വായോ. അതാണ് തല തിരിഞ്ഞൊരു ദിലീപേട്ടൻ ഫാൻ എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ, നല്ല രീതിയിൽ. അല്ല, ഞാൻ കുറെ ആൾക്കാർക്ക് ഞാൻ തലതിരിഞ്ഞ് കാണുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇനി വേറെ ആൾക്കാര് അതൊന്നുമല്ലല്ലേ. എന്റെ അമ്മേ, ഇതെന്താ അത്? ഒന്ന് ഞാൻ കാണിച്ചു കൊടുക്കാവേ. ദിലീപേട്ട ഒന്ന് വായിക്കുന്ന. ഇത് ചെസ് അല്ലേ? ആ, ചെസ്. ഇത് അവതാരം. എനിക്കറിയാം. ഇതെന്തത്? ഇങ്ങനെ പോലെ ഒരുപാടുണ്ട്. എന്റെ അമ്മോ. റൺവേ. ഓ, ഇത് വായിച്ചു, ഇത് വായിച്ചു. എന്തത്? എന്റെ സിനിമയുടെ പേര് എനിക്കറിയാൻ പട്ടണത്തെ സുന്ദരൻ. സുദിനം അല്ലേ? കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവല്ലേ? ഞാൻ ദിലീപേട്ടന്റെ സിനിമ വെക്കലില്ല വീട്ടില്. അതേ വെക്കലുള്ളൂ. താങ്ക് യു. എന്താ മോന്റെ ആഗ്രഹം? എന്താ വലുതാവുമ്പോ? ദിലീപേട്ടനെ നേരിട്ട് കാണണം. ഞാനാണത്. അല്ല, ഞാൻ ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ. സിനിമയെ കാണുന്ന ദിലീപേട്ടനെ നേരിട്ട് ദിലീപേട്ടനെ കണ്ടപ്പോ എന്നാ തോന്നി? നല്ല ലുക്ക് ഉണ്ട്. നല്ല ലുക്ക് ഉണ്ട്. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുക്കാൻ ഡയലോഗ് റിംഗ് മാസ്റ്റർ. ആ, ഏതാ പറഞ്ഞോ? ഈ കത്തിയല്ലേ എന്റെ കയ്യില് വലിയ ഇറച്ചിട്ടുന്ന കത്തി ഉണ്ടായില്ലേ, അതായിട്ട് ഇന്റെ വെട്ടി പട്ടിക്കോട്ട് വേറെ ഏതെങ്കിലും ഡയലോഗ് കൂടെ ഉണ്ടോ മോനെ? ഒരു പാട്ട് അറിയാം. ആ, പാട്ട് പഠിക്കാം. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണ് വീട്, എന്നും പൂക്കണി വിടരും വീടാണ് വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ അല്ല, എന്നാലും മോന്റെ എനിക്ക് ഒന്ന് സ്കൂളിലെ പുസ്തകമാണ് ദേവദർശൻ എന്നാണ്. മലയാളം സെക്കൻഡ്. കവി വെല്ലൂർ. കരോളൂരല്ല, കളമ്പച്ചി. എന്നാട്ടാ? മീനെ വിളിച്ചതല്ല, സ്ഥലപ്പേരാ. പേര് ഷോക്കായി പോയി. കളമ്പച്ചി അല്ലേ? അതാണ്. അല്ല, എന്താ മോന്റെ ആഗ്രഹം? എന്താ വളർന്ന് വലുതാകുമ്പോ? പോലീസ്. എല്ലാവരും കൊണ്ടും തലതിരിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? അതാ അങ്ങനെ ആവാനുള്ള കാരണം എന്താ? അപ്പൊ FIR ഒക്കെ ഇങ്ങനെ തലതിരിച്ചെഴുതി എന്ത് ചെയ്യും? ലൈഫൊക്കെ പോയത്